ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യയിലെ വിഭവമായ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്നുള്ളത്. പച്ചടിയുടെ രുചി കൂട്ടാൻ വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് മത്തങ്ങ. റെസിപ്പിയിലേക്ക് പോയാലോ? അതിനുവേണ്ടി ഞാനൊരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം മത്തങ്ങ ഇതുപോലെ തോട് ചെത്തിയിട്ട് ഇത്തിരി വലുതായിട്ട് നമുക്ക് മുറിച്ചിടാം. പൈനാപ്പിൾ ഇതുപോലെ ഞാൻ ചെറുതായിട്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണോ പൈനാപ്പിൾ ചെറുതായിട്ട് കനം കുറച്ച് ഒക്കെ അരിഞ്ഞിടാം. എങ്ങനെ വേണോ നിങ്ങൾക്ക് പൈനാപ്പിൾ അരിഞ്ഞിടാം. അതിനുശേഷം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ ഈ പൈനാപ്പിളും മത്തങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസും ഷോർട്സും ഉണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് കൂടുതലുള്ളത്. എല്ലാവർക്കും അത് കണ്ടിഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഇപ്പോൾ ഹൈപ്പ് ഓപ്ഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. അതിൽ കിടക്കുന്ന മത്തങ്ങ നമുക്ക് അധികം വെന്ത് പോകണ്ട. ഒരുവിധം വേവാകുന്ന സമയത്ത് നമുക്ക് ആ മത്തങ്ങയെ മാത്രം സെപ്പറേറ്റായിട്ട് നമുക്ക് എടുക്കാമേ. മത്തങ്ങ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നമുക്കിതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. ചീനച്ചട്ടിയിൽ നിന്നെല്ലാം ഞാൻ മാറ്റിയെടുത്ത ശേഷം ഇതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ഈ വേവിച്ച പൈനാപ്പിളും കൂടെ അതിലേക്കിട്ട് ഞാനൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാമേ. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിലുള്ളത് വെള്ളം ധാരാളം മതിയാകും. അത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ പൈനാപ്പിളും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റല്ലേ അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഈ പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നമുക്ക് ഈ കൂട്ടിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്കായി ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും ലേശം കടുകും തേങ്ങ എടുത്ത കപ്പിൽ തന്നെ അധികം പുളിയില്ലാത്ത തൈരൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസാകണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല, ഇത്തിരി കട്ടിക്കാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും മധുരവും ഒക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. തീ ലോ ഫ്ലെയിമിലായിരിക്കണേ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. താളിപ്പിനായി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.